ടി വി പ്രസാദ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങി. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതിനുശേഷം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗം. എല്ലാം ചുരുങ്ങിയ വാക്കുകളിലാവും. 9 മണിക്ക് തന്നെ ബസ് എടുക്കുമല്ലോ അല്ലേ? അത് തന്നെയാണ് അരുൺ. അല്പസമയത്തിനകം തന്നെ ബസ് എടുക്കും. അധികം പ്രസംഗം ഉണ്ടാവില്ല. ഡ്രൈവർ ചേച്ചി ഇവിടെ റെഡിയാണ്. സന്തോഷമാണ്. കണ്ടോ, നല്ല ചിരിയാണ് മുഖത്ത്. ഡോക്ടർ അരുൺ കുമാർ സന്തോഷാണല്ലോ ഞാൻ ചോദിക്കുന്നത്. വളരെ സന്തോഷം. ആദ്യത്തെ ബസ് ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതെ, പ്രിയദർശിനിയുടെ ബസ് ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇനി അങ്ങോട്ടേക്കല്ലേ സ്ത്രീകളുടെ ജീവിതം തന്നെ മാറും അല്ലേ? അതെ, മാറും. കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണം ഇത് പദ്ധതി. അതൊക്കെ സാറന്മാരുടെ തീരുമാനങ്ങളല്ലേ. സാമ്പത്തികമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ സാറ് നോക്കിക്കോളും. ശീല ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഏത് റൂട്ടിൽ ബസ് ഓടിക്കാനാണ് ഇഷ്ടമെന്ന് ചോദിക്കൂ. ശീല ചേച്ചിക്ക് ഏത് റൂട്ടിലാണ് ബസ് ഓടിക്കാൻ ഇഷ്ടം ഡോക്ടർ അരുൺകുമാർ ചോദിച്ചു. അങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല, എല്ലാ സ്ഥലത്തും ഓടിക്കാൻ ഇഷ്ടം. താരം ശീല ചേച്ചിയാണ്. ഏത് തരം ബസ്സിലാണ്? അതിലെല്ലാം ഉണ്ട്. മിന്നൽ ബസ്സിലൊക്കെ ഓടിക്കുമോ എന്ന് ചോദിച്ചു നോക്കൂ. ശീല ചേച്ചി വോൾവോ ബസ്സൊക്കെ ഓടിക്കാറുണ്ട്. എല്ലാ ബസ്സും ഇതുവരെ എല്ലാ ബസ്സും പിടിക്കും. ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? അതാണ് എല്ലാ ബസ്സും ഓടിക്കും. ബസ് ഓടിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അരുൺ. അവര് റോഡിൽ ഓടുന്ന എല്ലാ സാധനങ്ങളും ഓടിക്കുന്നവരാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് ശീല ചേച്ചി ഇന്ന് കണ്ടോ, കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. എത്രത്തോളം സന്തോഷം ഉണ്ടാവും? 100% ട്രിപ്പ് തന്നെ പെരുമാതുറയിലേക്ക് പോവാണ്. ഞങ്ങൾ എല്ലായിടം പോയി. ഇനി അടുത്ത വലിയ വണ്ടി സാർ ഇറക്കി തരും. നമ്മുടെ രാവിലെ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണോ? ഇല്ല, ഞങ്ങൾ മന്ത്രിയെ കാണാനും ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊണ്ട് സന്തോഷിക്കാനും വന്നതാ. എല്ലാ ദിവസവും ഇനി ഉപയോഗപ്പെടുത്താം അല്ലേ? അതെ, പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയ ഉപകാരമാണ് അല്ലേ? പാവപ്പെട്ടവരാണ് ഞങ്ങൾ. പാവപ്പെട്ടവർ തന്നെ. ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ വന്നെങ്കിൽ ഞങ്ങളും പാവപ്പെട്ട ജീവിക്കുന്നവരാ. ഒരു കുടുംബത്തെ ഒരു മൂന്ന് കുടുംബം ഒരു വീട്ടിൽ താമസിക്കുന്നവരാ. എപ്പോഴും സന്തോഷമുണ്ട്. സാമ്പത്തികമായ ഒരു സ്ഥിതി അതൊരു ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഒരു 1000 രൂപയോ 2000 രൂപയോ ഒക്കെ മാറ്റി നിർത്താം. വലിയ സന്തോഷമാണ്. ചിരിച്ചോണ്ടാണല്ലോ ഇത് സൗജന്യ യാത്രയാ. എല്ലാവർക്കും കയറ്റുമെന്ന് അറിയില്ല കേട്ടോ. തുടങ്ങുന്നേ ഉള്ളൂ. 9 മണിക്കാണ് സമയം. അരുണ, എല്ലാവരും സന്തോഷത്തിലാണ്. വരുന്ന എല്ലാവരും ഹാപ്പിയാണ്. ഇതിലേതാണ്ട് അപ്പുറത്തെ ഭാഗത്ത് മുഖ്യമന്ത്രി, ഗതാഗത മന്ത്രി, ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി തുടങ്ങിയ പദവികളുള്ളവർക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് സെക്രട്ടേറിയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് പെരുമാതുറയിലേക്കാണ് ആദ്യ ട്രിപ്പ്. പെരുമാതുറയിലേക്ക് സൗജന്യമായി യാത്ര ചെയ്യുകയും ചെയ്യാം എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാൻ വരും. ഈ ബസ്സിനെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിന് വേണ്ടി 100 കണക്കിന് ആളുകളാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കൂടുതലുള്ളതും നമുക്കറിയാവുന്നതുപോലെ UDF പ്രവർത്തകരെ, ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ NGO അസോസിയേഷൻ്റെ ഭാരവാഹികൾ, നേതാക്കൾ എല്ലാവരും ഇവിടെ രാവിലെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്ന സ്ത്രീകൾക്ക് വനിതാ യാത്ര എന്ന പ്രഖ്യാപനം ഓർഡിനറി ബസ്സിലെങ്കിലും തുടക്കം മുതൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 100 ദിവസങ്ങൾ കഴിഞ്ഞാൽ മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സൗജന്യ യാത്രക്ക് വന്നെയാണ്. പെരുമാതുറ പോകണം എനിക്ക്. പെരുമാതുറ പോകണം. അപ്പൊ ആദ്യത്തെ ബസ് തന്നെ കയറാൻ തന്നെയാണ്. എവിടെയാ? വെമ്പായം. എല്ലാ ദിവസവും പെരുമാതുറ പോകേണ്ട ആവശ്യമുള്ള ആളാണോ? പോകും. എല്ലാ ദിവസവും ആഴ്ച ഒരിക്കൽ പോവാം. ഇപ്പൊ സൗജന്യം ആയതുകൊണ്ട് എല്ലാ ദിവസവും പോകും. അങ്ങനെ പോവാൻ പറ്റൂല. ആഴ്ചക്ക് ഒരു ദിവസം പോകും. ആഴ്ച ഒരു ദിവസം പോകുള്ളൂ. സന്തോഷം തന്നെയാണോ എല്ലാവർക്കും? തന്നെയാണ്. അതുപോലെ പുരുഷന്മാർക്കും പറ്റുന്നത് ഇതുപോലെ വന്നു. എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തെ എങ്ങനെയാ ബാധിക്കുക ചേച്ചി? ജീവിതത്തിൽ ബാധിക്കാൻ അടികൂടാ വരുന്ന കൊള്ളാം. ഇതുപോലെ വണ്ടി ഇറക്കിയിട്ട് അവസാനം തമ്മിൽ പെണ്ണുങ്ങൾ തമ്മിൽ അടികൂടാ വരുന്ന കൊള്ളാം. ചെറിയ വരുമാനമുള്ളവരില്ലേ, വീട്ടു ജോലി എടുത്ത് ജീവിക്കുന്നവർ, അവർക്കൊക്കെ ഒരു മാസം 1000 രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കൊക്കെ വരുമാനം ഉള്ളത്. അവർക്ക് വരുമാനം ഉപയോഗപ്പെടുത്തണം. അവരാൾക്കാരും വരുമാനം ഉള്ളത്, അല്ലാത്ത വരുമാനം ഇല്ല. നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ച് പോകുന്ന ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, അവർക്ക് വൈകുന്നേരം പോകേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. ഈ തമ്മിൽ അടിമഴക്കമാണ്. തമിഴ്നാട് ബസ്സുണ്ട് തമിഴ്നാട്ടിൽ. ഇന്ന് കഴിഞ്ഞാലേ അറിയാൻ പറ്റുമോ എന്തായാലും. തമ്മിൽ ഡ്രൈവറെ കൊല്ലാതെ പാവങ്ങൾക്ക് ഉപയോഗപ്പെട്ടെ. പക്ഷേ സാറേ, ഇത് ഡ്രൈവറെ കൊല്ലാതെ കൊള്ളാം.